1 മണിക്കൂറിന് ശേഷമാണ് ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരോട് എത്തുന്നത്. അതും ഇത് കണ്ടു നിന്ന് ഭയന്നുപോയ +2 വിദ്യാർത്ഥികൾ വിളിച്ചതിന്റെ പേരിലാണ് ആ കുട്ടികളവിടെ എത്തുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി അഭിലാഷ് വസ്തുതകളെ മറച്ചു വെച്ച് സംസാരിക്കുന്നത്. ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലം എത്യോപ്യയിലൊന്നും അല്ല, 1 മണിക്കൂർ നേരമായിട്ട് ഈ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോയിരുന്നപ്പോൾ അല്ലല്ല ഈ ഡിവൈഎഫ്ഐക്കാർ കൊണ്ടുപോയ പോരെ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അല്ലേ? അത് കൊണ്ടുപോകാത്തതുകൊണ്ടാണ് അവിടെ എത്തിയത്. അവരെ വ്യക്തമായില്ലേ ചിത്രം? 50 വയസ്സ് പ്രായമുള്ള ഈ SIയെ എന്തിനാണ് തല്ലിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് ഡിവൈഎഫ്ഐക്കാർ വന്നതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പോരെ? എന്തിനാണ് SIയെ തല്ലിയത്? എന്തിനാണ് അവിടെ നിന്ന ആ SI പറയുന്നത് ഞാൻ ഉച്ചയ്ക്ക് കേട്ടതാണ്, താങ്കളും കേട്ടതാണല്ലോ. ഒരു CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഇടപെട്ട് ഈ കക്ഷികളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് ഇവര് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് പറഞ്ഞത്? അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അറിയാവോ? ഒന്ന് വിളിച്ചു ചോദിച്ചേ. നിങ്ങൾ ഈ പറയുന്ന പൊന്നോമനകളായ പൊന്നും കുടങ്ങളായിട്ടുള്ള ആളുകൾ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് എന്ത് പെരുമാറിയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. അഭിലാഷ് പറയുന്നത്, അഭിലാഷ് നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതോ അല്ല വേറെ ആരെങ്കിലും കേട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്? അല്ല, ഞാൻ ജനങ്ങൾ നല്ല വിദ്യാസമ്പന്നരാണ്. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. CPM നിങ്ങൾ ഞാൻ പറയുമ്പോൾ മാത്രം പ്രേക്ഷകർക്ക് ബോധ്യമായി കഴിഞ്ഞു. താങ്കൾ കൂടി ഉൾപ്പെട്ട ചർച്ചയിൽ ആദ്യാവസാനം ഈ പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന അടി ഏറ്റുവാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ്, ആ പോലീസുകാരനാണ് പറഞ്ഞത്. ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ഒരാള് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെയും അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാനല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്. താങ്കൾക്ക് അറിയാവുന്ന ആളാണെങ്കിൽ ചോദിച്ചൂടെ? അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ പരിചയമില്ലേ? അഭിലാഷേ, അതിനുള്ള ഈ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന കക്ഷികൾ എന്തിനാണ് ഇനിയിപ്പോ പോലീസുകാരനെ തല്ലിയത്? ഇനിയിപ്പോ റെജി ലൂക്കോസിന് പ്രശ്നമില്ലെങ്കിൽ അത് പോട്ടെ. എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന വലിയ സാമൂഹ്യ സേവനം നടത്താൻ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന ഈ പൊന്നും കുടങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മെക്കിട്ട് കയറിയത്, ചീത്ത പറഞ്ഞത്? അഭിലാഷിന് കാര്യങ്ങൾ വളരെ വ്യക്തമായതുകൊണ്ടാണ് എന്നെ കൊണ്ട് നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പിക്കാതിരിക്കുന്നത്. അല്ല, പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയ വിഷയം 1 മണിക്കൂറിന് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്ന് ഈ കുട്ടീനെ എന്തിനാണ് അഭിലാഷ ഇങ്ങനെ ഇതുപോലെ കേരളത്തിലെ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോലീസ്, ശരി, കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി പിണറായി വിജയനാണല്ലോ. ആ പോലീസ് താങ്കൾ പറഞ്ഞതുപോലെ 1 മണിക്കൂർ പരിശ്രമിച്ച് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡിവൈഎഫ്ഐ അംഗങ്ങൾ വന്നതെന്നുള്ള താങ്കളുടെ വാദം ഞാൻ എടുത്തു. അങ്ങനെ അവിടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിവൈഎഫ്ഐക്കാർ വന്ന് പോലീസിനെ എന്തിനാണ് തല്ലിയത് ശ്രീ റെജി ലൂക്കോസ്? അതറിഞ്ഞാൽ മതി. അയ്യോ, അത് പറയാൻ എന്നെ സമ്മതിക്കും. ആദ്യം അതാ ചെയ്യേണ്ടത്. നിങ്ങൾ അത് എന്തിനാണ് തടയുന്നത്? അഭിലാഷേ, ഈ 1 മണിക്കൂറിന് ശേഷം ഈ പാവപ്പെട്ട ഒരു കുട്ടിയുടെ കഴുത്തിനടിച്ച് അതിന് പരിക്കേൽപ്പിച്ച കുട്ടിയെ 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിന് ശേഷം ആശുപത്രി കൊണ്ടുപോകാൻ തടയുന്ന ക്രിമിനലുകളെ അവരുടെ അടുത്തേക്ക് വന്ന ഈ കുട്ടീനെ ഈ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവർ തടയുന്നു. ആര്? ഈ ക്രിമിനലുകളായ ഓട്ടോക്കാർ. ഞാൻ ഓട്ടോക്കാരെ അടങ്ങനെ പറയുമല്ല, ഞാൻ നിങ്ങളോട് വേറൊന്നുകൂടെ പറയും, ചർച്ച അതുകൂടെ പറയാം. ഈ തടഞ്ഞ ഈ പറയുന്ന ക്രിമിനലുകളായിട്ടുള്ള ഈ ഓട്ടോക്കാര് ഇന്ന് രാവിലെ, ഇത് മിനിഞ്ഞാന്ന സംഭവം, ഇന്ന് രാവിലെ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറി സ്വയം പെട്രോൾ അടിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞ പാവപ്പെട്ട പെട്രോൾ പമ്പിലെ പാവപ്പെട്ട ജീവനക്കാരെ അവരുടെ വാസസ്ഥലത്തേക്ക് പോയപ്പോൾ പുറകെ ഒന്ന് തല്ലി. അതിന് പേര് കേസുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്രിമിനലുകളും കുറെ ആളുകൾ കൂടി വീണ്ടും ആ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാതിരിക്കാൻ തടഞ്ഞപ്പോൾ അവര് ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അന്നേരം ഉണ്ടായ സംഘർഷത്തിലാണ് അവിടെ വലിയൊരു കൂട്ടം ജനമുണ്ടായിരുന്നു. ആ സംഘർഷത്തിന്റെ ഈ പാവപ്പെട്ട സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ് എന്നല്ല, മധ്യപ്രദേശ് എന്നല്ല, മഹാരാഷ്ട്ര എന്നല്ല, കേരളം എന്നാണ്. ഈ കേരളം, പിണറായി വിജയനാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അവിടെ കോട്ടയം എന്നൊരു ജില്ല, അവിടെ ഉഴവൂർ എന്ന് പറയുന്ന ഗ്രാമം, അവിടെ കുറെ ക്രിമിനലുകൾ എല്ലാ ദിവസവും കുട്ടികളെ ആക്രമിക്കുന്നു, പിറ്റേ ദിവസം പെട്രോൾ പമ്പുകാരെ ആക്രമിക്കുന്നു, നാട്ടുകാർ ഓടിക്കൂടുന്നു, പോലീസുകാർ വരുന്നു, പോലീസുകാർക്ക് തല്ല് കിട്ടുന്നു. ഇതെന്താണ് സാർ? ഇതെന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒന്നുമില്ലേ? നീതിന്യായ സംവിധാനങ്ങളൊക്കെ അവസാനിച്ച ഏതോ ഒരു ഉട്ടോപ്പിയാണോ ഈ പറഞ്ഞ ഉഴവൂര്? അല്ല, നിങ്ങൾ ആ ഉഴവൂരിനെ ഉട്ടോപ്പിയൊക്കെ ശ്രമിക്കുവാണ്. ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ഇത്രയ്ക്ക് ശാന്തമായ
ഇത്രയ്ക്കും രാഷ്ട്രീയ താങ്കൾ തന്നെയല്ലേ പറയുന്നത് ജീവിക്കുന്ന ഒരു സ്ഥലമില്ല. താങ്കൾ തന്നെയല്ലേ പറയുന്നത് കഴുത്തിന് പരിക്കേറ്റ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും സമ്മതിക്കാതെ വളഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു 1 മണിക്കൂർ നേരം. അവിടെ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാർ അവിടെ സ്വർഗ്ഗദൂതന്മാരെ പോലെ അവതരിച്ചത്. ഇതൊന്നും പോരാണ്ട് അതിന്റെ പിറ്റേ ദിവസം പെട്രോൾ പമ്പുകാരെ പോയി ഈ പറഞ്ഞ ക്രിമിനലുകൾ അടിച്ചു എന്ന് താങ്കൾ ഒരു സമയത്ത് പറയുന്നു. അടുത്ത സെന്റൻസ് തന്നെ പറയുന്നു ഇത് പാലും തേനും ഒഴുകുന്ന ഒരു മനോഹര ഭൂമികയാണ്. എന്തെങ്കിലും ഒരു കാര്യം താങ്കൾ ക്ലാരിറ്റിയോടുകൂടി ഉറച്ചു പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. ഞാൻ വളരെ പച്ച മലയാളത്തിൽ വളരെ ക്ലാരിറ്റിയോടെ ഞാൻ സംസാരിച്ചത് ഈ ക്രിമിനലുകളായ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് ഈ നിമിഷം വരെ നിങ്ങൾ അപലപിച്ചിട്ടില്ല. അവരാണ് ഈ സംഘർഷം ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് ഇന്ന് രാവിലത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെ ഉറച്ചു നിൽക്കാത്തത്? നിങ്ങളെ വാസ്തവത്തിൽ ഞാൻ ഉറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുവാണ്. അതിന് മുന്നോടിയായിട്ട് ഡിവൈഎഫ്ഐ പഴിചാരി എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നൗഷാദിൽ പറഞ്ഞത് ഞാനെതിരെ പറയല്ല, അത് സ്വാഭാവിക. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഡിവൈഎഫ്ഐ പ്രവർത്തകരല്ല ആരാണേലും ആ SI തല്ലെങ്കിൽ അത് തെറ്റാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ പേര് കർശനമായ നടപടി എടുത്തിട്ടുണ്ട്. ആ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ പാഞ്ഞെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു. ഇനി വേറൊന്നുകൂടെ പറയാം, ഇന്ന് ഉച്ചയ്ക്ക് ഞാനിരുന്ന് ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, ചർച്ചയിൽ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതയില്ല എന്ന്. അച്ചടക്കം സേനയിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ പറയാമോ പരസ്യമായിട്ടൊരു മാധ്യമത്തിൽ? ഞങ്ങൾക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ സുരക്ഷയില്ല എന്ന് അച്ചടക്കമുള്ള ഒരു സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയാവോ? കേരളത്തിലെ പോലീസുകാർ അത്രയ്ക്ക് അരക്ഷിതാവസ്ഥയിലാണോ? അതാണ് നിങ്ങൾ ഈ പറയുന്ന UP-യും ബീഹാറിനെ പോലെ തല്ലുകൊണ്ട് സ്വന്തം ചെവിയുടെ കർണപുടം പൊട്ടിപ്പോയ ആശുപത്രിയിൽ കിടന്ന ഒരു മനുഷ്യൻ, ഞാൻ 10-30 കൊല്ലം ജോലി ചെയ്യുന്നു, ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറയുന്നത് UP-ലും ഉദണ്ടപൂരിലും ഒന്നും ആയിട്ടല്ലല്ലോ. ഒരു മനുഷ്യനല്ലേ പറഞ്ഞു പോയതായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അങ്ങനെ പുറത്താക്കിയോ? അല്ലല്ല ഞാൻ ബാക്കിയെല്ലാം ഞാൻ സംഭവിച്ചു, കാരണം നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ അഭിലാഷിനെ പോലെ മുതിർന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ വാക്കുകളെ അംഗീകരിക്കരുത്. അവരോട് കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ സമാധാനം ഉണ്ടാക്കാൻ പോയി പോലീസുകാരന്റെ ഭാഗത്താ നടപടിയെടുക്കണമെന്നാണോ? കൊള്ളാം. അല്ല, ഇത് കേൾക്കൂ, അങ്ങനെയൊക്കെ സംഭവിക്കൂ. അല്ല, ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, നമുക്ക് ആ പോലീസുകാരൻ പറഞ്ഞു. താങ്കളിപ്പോ കുറെ തിയറി പറഞ്ഞല്ലോ. ലക്ഷ്യം എന്താ ഈ ചർച്ചയുടെ? അല്ലെ, ചർച്ചയുടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ കാര്യങ്ങളെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയാനാണ് ഉദ്ദേശം, ലക്ഷ്യം. ഇങ്ങനെയല്ലല്ലോ. ക്രമസമാധാനമുള്ള ഒരു സ്ഥലത്ത്, നീതിന്യായ വ്യവസ്ഥയുള്ള നിയമനീതിന്യായ സംവിധാനങ്ങളുള്ള ഒരിടത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ലക്ഷ്യം, അതാണ് ഉദ്ദേശം. അഭിലാഷ്, ഒരു സെന്റൻസ്, ഒറ്റ സെന്റൻസ് ഇപ്പോൾ തന്നെ. അഭിലാഷ്, പ്ലീസ് ലെറ്റ് മീ, ഒറ്റ സെന്റൻസ്. ഐ റിക്വസ്റ്റ് യു. ഇപ്പോൾ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു, മോനെ നീ ആശുപത്രി പൊക്കോളാൻ പറഞ്ഞു. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. പരിക്കേറ്റ ആ വിദ്യാർത്ഥിയെ 100 മീറ്ററുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള പ്രാഥമിക ചുമതലയല്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടിയിരുന്നത്? തെറ്റിയില്ലേ? ഉദ്യോഗസ്ഥന അയാളുടെ കടമ എന്തായിരുന്നു? ശരി, വൺ സൈഡ് ആയിട്ടാണ് ചർച്ച കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതലേ പറയുന്നു തെറ്റായി പോയി. ശരി.